Hi friends, നമുക്കപ്പം നമ്മുടെ lease standardന്റെ third പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. This is the most important aspect when it comes to your Ind AS 116 on leases. So നിങ്ങൾ ആരെങ്കിലും previous videos കാണാതെ, അതായത് part 1 or part 2 കാണാതെയാണ് ഇത് കാണുന്നതെങ്കിൽ just go to part 1. അതിനുശേഷം basic concepts clear ആക്കുക. അതിനുശേഷം you have to watch this video because this is an important aspect. ഇതിനകത്തെ പല ആസ്പെക്ട്സും ഏതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, നമ്മുടെ ബേസിക് കോൺസെപ്റ്റ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ദെയർഫോർ പാർട്ട് 1 വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ ആരായാലും കാണാവുള്ളൂ. സോ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? വി ആർ ഗോയിങ് ത്രൂ ദി അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഫോർ ലെസി. ഓക്കെ, ലെസിയുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിൽ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ കണ്ടതുകൊണ്ടാണ് IFRS 16 or Ind AS 116 തന്നെ വന്നത്. സോ there is a substantial change when it comes to your lessee's accounting treatment. There is a substantial change when it comes to lessee's accounting treatment. ലെസിയുടെ ബുക്കിൽ നമ്മൾ ഇനി ഒരു അസറ്റിനെ, ഒരു ഓപ്പറേറ്റിംഗ് ലീസിന് അല്ലെങ്കിൽ ഒരു ലീസിന് എടുത്തിരിക്കുന്ന ഒരു അസറ്റിനെ ഓപ്പറേറ്റിംഗ് ലീസ് എന്നോ ഫിനാൻസ് ലീസ് എന്നോ നമ്മൾ തരംതിരിക്കില്ല. we will check whether there is a lease on the inception date. We will check whether there is a lease on the inception date. ഇൻസെപ്ഷൻ ഡേറ്റിലെ ലീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ അക്കൗണ്ടിങ് മോഡൽ ആണുള്ളത്. അറ്റ് കമൻസ്മെന്റ് ഡേറ്റ് വി വിൽ ക്രിയേറ്റ് ROU അസറ്റ് ആസ് വെൽ ആസ് ലീസ് ലയബിലിറ്റി. നമ്മുടെ ബുക്സിൽ, ലെസിയുടെ ബുക്സിൽ നമ്മൾ എന്ത് ചെയ്യും? ROU അസറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു അസറ്റും ക്രിയേറ്റ് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണോ ലീസ് ലയബിലിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ആ വാല്യൂ, ഈ രണ്ട് വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്തിട്ട് വി വിൽ recognize on the commencement date. We will recognize on the commencement date. പക്ഷേ ഇതിനകത്ത് എന്താണ്? ഒരു രണ്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. ഓക്കെ, രണ്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എൻറ്റിറ്റിക്ക് നൽകിയിരിക്കുന്ന ഓപ്ഷൻ ആണ്. ബിക്കോസ് എന്താണ്, നമുക്ക് ഒരു അക്കൗണ്ടിങ് മോഡൽ ഫോളോ ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന ബെനഫിറ്റ് അതിന്റെ കോസ്റ്റിനേക്കാൾ കുറവാവാൻ പാടില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടി വളരെ വളരെ ആലോചിച്ചിട്ട് എടുത്തിരിക്കുന്ന ചില ഓപ്ഷണൽ എക്സംഷൻസ് ആണ് ഈ റിക്വയർമെന്റ് എന്നുള്ളത്. അതാണ് രണ്ടെണ്ണം. ഒന്ന്, ഫസ്റ്റ് വൺ ഇസ് ഷോർട്ട് ടൈം ലീസ്, സെക്കൻഡ് വൺ ഇസ് ലോ വാല്യൂ ലീസ്. സോ ഇങ്ങനെ രണ്ട് എക്സെപ്ഷൻസ് ആണ്, ഓപ്ഷണൽ എക്സെപ്ഷൻസ് ആണ് ലെസിക്ക് ഉള്ളത്. ഈ രണ്ട് കേസിൽ ലെസി ഓപ്റ്റ് ചെയ്യുവാണ് ഈ ഷോർട്ട് ടൈം ലീസ് അല്ലെങ്കിൽ ലോ വാല്യൂ ലീസ് ആണ് ഇതിന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ചെയ്യാൻ യൂസ് ചെയ്യുവാണെന്ന് തീരുമാനിച്ചാൽ അങ്ങനത്തെ ലീസിന് മാത്രം ROU അസറ്റോ ലീസ് ലയബിലിറ്റിയോ ക്രിയേറ്റ് ചെയ്യേണ്ട. ബാക്കി ഏത് അസറ്റ് ആണെങ്കിലും യു ഹാവ് ടു റെക്കഗ്നൈസ് ആൻ അസറ്റ്. ബിക്കോസ് നിങ്ങൾക്ക് ഒരു അസറ്റ് യൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ്, കൺട്രോൾ ചെയ്യാനായിട്ടുള്ള റൈറ്റ് കിട്ടിയിട്ടുണ്ട്. ദർ ഇസ് എ റിസോഴ്സ് കൺട്രോൾ ബൈ ദി എൻറ്റിറ്റി ഫ്രം വിച്ച് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഇസ് എക്സ്പെക്ടഡ്. സെക്കൻഡ് വൺ, നിങ്ങൾ എന്താണ് കോൺട്രാക്ച്വലി ഒരു ഒബ്ലിഗേഷൻ ഇൻകറേജ് ചെയ്തിട്ടുണ്ട്, ഒരു ഒബ്ലിഗേഷൻ എടുത്തു വെച്ചിട്ടുണ്ട്. ദാറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് യുവർ ലയബിലിറ്റി. ആകെ രണ്ട് എക്സെപ്ഷനേ ഉള്ളൂ. ഫസ്റ്റ് വൺ, ഷോർട്ട് ടൈം ലീസ്. ഇഫ് ദി lease term is 12 months or less from the commencement date. Okay, if the lease term is 12 months or less from the commencement date, ഇതാണ് ഇത് ഷോർട്ട് ടൈം ലീസിന് വേണ്ടിയുള്ള കണ്ടീഷൻ. ഷോർട്ട് ടൈം ലീസസ് എന്താണ്? ലീസ് ടേം ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 months. ഈ കേസിൽ എന്താണ്? ലീസ് ടേമിന്റെ ഡെഫിനിഷൻ നമ്മൾ ഓർക്കണം. ലീസ് ടേമിനകത്ത് ഇറ്റ് ക്യാൻ ഇൻക്ലൂഡ് നോൺ ക്യാൻസലബിൾ പീരീഡ്. It can also include extension period. Extension option is there, and extension option നമ്മൾ reasonably certain ആണ് exercise ചെയ്യുന്നതെങ്കിൽ such extension option will also be included in that. Then വേറെ എന്താണ്? ഇനി നമുക്ക് termination option ഉണ്ടെങ്കിൽ periods covered by termination എന്താണ്? will be included if we are not exercising, if the lessee is not exercising the termination option. ഈ ക്രൈറ്റീരിയ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വേണം എന്ത്? കമൻസ്മെന്റ് ഡേറ്റ് ഫോർ എക്സാമ്പിൾ 1/4/2016 ആണ് എങ്കിൽ ഈ കമൻസ്മെന്റ് ഡേറ്റിൽ നിന്ന് വിത്തിൻ 12 months 2020 വരെയുള്ള കോൺട്രാക്ട്സ് ആണ് ലീസ് ടേം. ഈ സ്റ്റാൻഡേർഡിന്റെ ഡെഫിനിഷൻ പ്രകാരം ലീസ് ടേം, അതായത് കമൻസ്മെന്റ് ഡേറ്റിൽ നിന്ന് എന്താണ് 12 months ഓർ ലെസ് ആണ് നമ്മുടെ ലീസ് ടേം എങ്കിൽ ദെൻ ഈ ലീസിന് എന്ത് ചെയ്യേണ്ട?
നിങ്ങൾ അസറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട. നിങ്ങൾ സാധാരണ എങ്ങനെയാണോ അക്രൂവൽ ബേസിൽ ഒരു എക്സ്പെൻസ് റെക്കഗ്നൈസ് ആ രീതിയിൽ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്ത് പോയാൽ മതി. പക്ഷേ ഇവിടെ സ്പെസിഫിക്കലി എടുത്തൊരു കാര്യം പറയുന്നുണ്ട്. ഒരു ലീസിനകത്ത് ലീസ് ടേം ലെസ് ദാൻ 12 months ആണെങ്കിൽ പോലും പർച്ചേസ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, പർച്ചേസ് ഓപ്ഷൻ ലീസിന്റെ കോൺട്രാക്ടിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ then it is not a short term lease. ഷോർട്ട് ടൈം ലീസിന്റെ എക്സംഷൻ ഏതിന് കിട്ടില്ല? പർച്ചേസ് ഓപ്ഷൻ ഉള്ള ഒരു കോൺട്രാക്ടിന് കിട്ടില്ല. അപ്പം ഷോർട്ട് ടൈം ലീസ് ആണോ എന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി there are two conditions. First one, this lease term should be 12 months or less from the commencement date, and there should not be any purchase option. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. സെക്കൻഡ് വൺ എന്താണ്? ലോ വാല്യൂ ലീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലീസിന് എടുത്തിരിക്കുന്ന അണ്ടർലൈങ് അസറ്റ് ഇസ് ഓഫ് ലോ വാല്യൂ, ചെറിയ വാല്യൂ ഉള്ളതാണ്, ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഐറ്റം ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? മെറ്റീരിയൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ, മെറ്റീരിയൽ ആയിട്ടുള്ള ഐറ്റം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ ഫെയ്ത്ത്ഫുൾ പ്രസന്റേഷനെ സംഭവങ്ങളെയൊക്കെ ബാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്താണ്? നമ്മൾ എടുത്തിരിക്കുന്ന അണ്ടർലൈങ് അസറ്റ് ലോ വാല്യൂ ആണെങ്കിൽ അപ്പം അതിന്റെ റൈറ്റ് ഓഫ് യൂസ് അസറ്റ് നമ്മൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ ശ്രമിച്ചാലും അതിന് ലോ വാല്യൂ ആയിരിക്കുമല്ലോ, ഇമ്മെറ്റീരിയൽ ഐറ്റം ആയിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ എന്താണ്? if the underlying asset is of low value, അന്നേരവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ROU അസറ്റ് ലീസ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യാതെ, മോർ ദാൻ 12 months ലീസ് ടേം ഉള്ള ഒരു കോൺട്രാക്ട് ആയിരിക്കും. പക്ഷെ എന്താണ്? നമ്മള് ലോ വാല്യൂ ലീസിന്റെ കാറ്റഗറിയിലിട്ട് അസറ്റ് റെക്കഗ്നൈസ് ചെയ്യാതിരിക്കാൻ പറ്റും. സോ അന്നേരം അവരൊരു കാര്യം പറയുന്നുണ്ട്. ഈ അസറ്റിന് ലോ വാല്യൂ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് അസറ്റ് പുതിയതായിരിക്കുമ്പം എന്താണ് സിറ്റുവേഷൻ അതിനെ ബേസ് ചെയ്താണ്. ഓക്കെ, അസറ്റ് പുതിയതായിരിക്കുമ്പോൾ എന്താണ് സിറ്റുവേഷൻ അതിനെ ബേസ് ചെയ്താണ് ലോ വാല്യൂ അസറ്റ് ആണോ അല്ലയോ എന്നുള്ളത് ട്രീറ്റ് ചെയ്യേണ്ടത്. സോ ഇതാണ് നമ്മുടെ രണ്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇതിനകത്ത് നോക്കിയാൽ എന്താണ്? ഷോർട്ട് ടൈം ലീസിനകത്തൊരു രണ്ട് ട്രിക്കി ഐറ്റംസ് ഉണ്ട്. ലീസ് ടേം ആ ഡെഫിനിഷൻ അനുസരിച്ചാണ്, അല്ലാതെ ചുമ്മാ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ടേം അല്ല. ഇഫ് ദർ ഇസ് എൻ എക്സ്റ്റൻഷൻ ഓപ്ഷൻ, ആ എക്സ്റ്റൻഷൻ പീരിയഡിൽ ആ എക്സ്റ്റൻഷൻ റീസണബിളി സർട്ടൻ ആണെങ്കിൽ അതുകൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ലീസ് ടേം ആണ് ഇതിൽ എടുക്കേണ്ടത്. നമ്മുടെ 12 months or less ആണോ എന്ന് കൺസിഡർ ചെയ്യേണ്ടത്. സോ അതിന്റെ ബേസിസിൽ വേണം എന്ത് ചെയ്യാനായിട്ട്? പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എലിജിബിൾ ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടി. സെക്കൻഡ് വൺ ഇസ് ലോ വാല്യൂ ലീസ്. ലോ വാല്യൂ ലീസിനകത്ത് നോക്കിയാൽ എന്താണ്? അസറ്റ് ന്യൂ ആയിരിക്കുമ്പോൾ ഉള്ള വാല്യൂ ആണ് നോക്കേണ്ടത്. സോ ഇതാണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ളത്. ഇതല്ലാതെ ബാക്കി ഏത് അസറ്റ് നോക്കിയാലും, ഏത് ലീസ് നോക്കിയാലും യു ഹാവ് ടു റെക്കഗ്നൈസ് ROU അസറ്റ് ആൻഡ് ലീസ് ലയബിലിറ്റി. ലെസറിന്റെ ബുക്സിൽ ഓപ്പറേറ്റിംഗ് ലീസ്, ഫിനാൻസ് ലീസ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ ഇവിടെ ലെസിയുടെ ബുക്സിൽ ഇല്ല. എല്ലാ അസറ്റിന്റെ കേസിലും, എല്ലാ ലീസിന്റെ കേസിലും യു ഹാവ് ടു ക്രിയേറ്റ് ROU അസറ്റ് ആൻഡ് ലീസ് ലയബിലിറ്റി എക്സെപ്റ്റ് വേർ ദീസ് ടു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇസ് ബീങ് യൂസ്ഡ്. ഓക്കെ, സോ അപ്പൊ ഈ ഒരു ഏരിയ നമ്മൾ നോക്കിയാൽ, ഫസ്റ്റ് അപ്പം എങ്ങനെയാണ് ROU അസറ്റ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലീസ് ലയബിലിറ്റി റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, ഈ ഒരു സംഭവം നമുക്ക് നോക്കാം. സോ ROU അസറ്റിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡേർഡ് പറയുന്നത് ഇറ്റ് ഷുഡ് ബി അറ്റ് ദി കോസ്റ്റ്. ഓക്കെ, നമ്മൾ എപ്പോഴായാലും PPE സ്റ്റാൻഡേർഡ് നോക്കിയാലും, ഇൻടാൻജിബിൾ അസറ്റ് സ്റ്റാൻഡേർഡ് നോക്കിയാലും, ഏത് സ്റ്റാൻഡേർഡ് നോക്കിയാലും എന്താണ്? അസറ്റിനെ അതിന്റെ കോസ്റ്റിലാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. സോ കോസ്റ്റിൽ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി കോസ്റ്റിനകത്ത് എന്തൊക്കെ സംഭവങ്ങളാണ് ഇൻക്ലൂഡഡ് എന്ന് നമ്മൾ നോക്കാം. ഓക്കെ, സോ കോസ്റ്റിനകത്തെ കോമ്പോണൻസ് നമ്മൾ നോക്കിയാൽ സ്റ്റാൻഡേർഡ് പറയുന്നതൊക്കെയാണ്. ഫസ്റ്റ് വൺ, പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ്സ്. ഓക്കെ, നമ്മള് ലീസ് പീരിയഡിൽ മൊത്തം കൊടുക്കാൻ പോകുന്ന പേയ്മെന്റ് എന്താണ്? അതിനകത്തൊരു ഫിനാൻസിങ് കോമ്പോണന്റ് സംഭവങ്ങളും ഒക്കെ കാണാം. ബിക്കോസ് ഓവർ എ പീരീഡ് ആണ് നമ്മൾ ഈ എമൗണ്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് അതിനെ, ആ ലീസ് പേയ്മെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഡിസ്കൗണ്ട് ഇറ്റ് വിത്ത് പ്രസന്റ് വാല്യൂ. അങ്ങനെ കണ്ടുപിടിച്ച പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ്സ് ആണ് ഇത് ഫസ്റ്റ് കോമ്പോണന്റ്. ഓക്കെ, പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ്സ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ എന്താണ്? ലീസ് പേയ്മെന്റ്സിന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ലീസ് പേയ്മെന്റ്സിനകത്ത് എന്തൊക്കെ പെടും? ഫിക്സഡ് പേയ്മെന്റ്സ്, ഇൻസബ്സ്റ്റൻസ് ഫിക്സഡ് പേയ്മെന്റ്സ്, ലീസ് ഇൻസെന്റീവ്സ് is to be reduced, variable lease payments which are linked to index or rate, then periods, if there is a purchase option and that is reasonably expected to be used, then that value for that purchase option, then residual value guarantee which is given by lessee. ഇതെല്ലാം ഇതിനകത്ത് പെടും, ലീസ് പേയ്മെന്റ്സിനകത്ത് പെടും. സോ അങ്ങനെ വരുന്ന നമ്മൾ ഫ്യൂച്ചറിൽ നടത്താൻ വേണ്ടി, ലീസിന് വേണ്ടി നടത്താൻ പോകുന്ന പേയ്മെന്റ്സ് എന്താണോ
അതിന്റെ എല്ലാത്തിന്റെയും കൂടി പ്രസന്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്തു. സോ ഈ പ്രസന്റ് വാല്യൂ കമ്പ്യൂട്ടേഷൻ എന്താണെന്ന് നമ്മൾ നോക്കാം. ഓക്കെ, അതിനുശേഷം സെക്കൻഡ് കോമ്പണന്റ് എന്താണ്? ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് പെയ്ഡ് കോമ്പോണന്റ് ആണ്. ഇനി അറ്റ് ദ ടൈം ഓഫ് എൻട്രിങ് ഇൻ ടു കോൺട്രാക്ട് എന്തെങ്കിലും പേയ്മെന്റ് നടത്തിയാൽ അതുകൂടി അസറ്റിന്റെ കോസ്റ്റിന്റെ പാർട്ടല്ലേ. സോ പി വി ഓഫ് ലീസ് ലയബിലിറ്റി പ്രസന്റ് വാല്യൂ ഡിസ്കൗണ്ട് ചെയ്ത ഫിഗർ കൂടാതെ ഇപ്പം ഓൾറെഡി നിങ്ങൾ പേ ചെയ്ത എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ടു ബി ആഡഡ്. ഓക്കെ, ഇനി എന്താണ് ഈ ലീസ് പേയ്മെന്റ്സിൽ കൺസിഡർ ചെയ്യാത്ത ഈ ലീസ് പേയ്മെന്റ്സിൽ കൺസിഡർ ചെയ്യാത്ത ഏതെങ്കിലും ലീസ് ഇൻസെന്റീവ് ഉണ്ട്, ഇപ്പൊ കിട്ടിയതുണ്ട്, കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതാണ്, ഫ്യൂച്ചറിൽ കിട്ടുന്നതല്ല, അങ്ങനെ എന്തെങ്കിലും ലീസ് ഇൻസെന്റീവ് ഉണ്ടെങ്കിൽ അത് യൂഷ്വലി ലീസ് ഇൻസെന്റീവ് ഇതിനകത്തുണ്ട്, പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ്സിനകത്തുണ്ട്. ആ സാധനത്തിൽ ഇൻക്ലൂഡ് ചെയ്യാതെ ഇപ്പൊ റിസീവ് ചെയ്തതിൽ ലീസ് പേയ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത്. സോ ഇത് നമുക്ക് എന്താണ്, ഒന്നുകിൽ ഇതിനകത്തായിട്ട് പി വി ഓഫ് ലീസ് പേയ്മെന്റ്സ് കണ്ടുപിടിക്കുമ്പോൾ അതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ്ലി നമുക്ക് ഈ രണ്ട് ഐറ്റം നോക്കാം. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് എലമെന്റ് ഇസ് ഇനീഷ്യൽ ഡയറക്ട് കോസ്റ്റ്. ഓക്കെ, ഇനീഷ്യൽ ഡയറക്ട് കോസ്റ്റ് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണോ ഇനീഷ്യലി വന്നേക്കുന്ന കോസ്റ്റ് അതും ROU അസറ്റിന്റെ പാർട്ടാണ്, അന്നേരം നമ്മൾ പേ ചെയ്യേണ്ടതാണ്. സോ ആ എമൗണ്ട് നമ്മുടെ ഏതിന്റെ അകത്തേക്ക് വിടും, ROU അസറ്റിന്റെ കോസ്റ്റിന്റെ പാർട്ടായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ്. നമ്മൾ ഇൻഡ് AS 16 ഓൺ PPE. ഓക്കെ, PPEക്കകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനീഷ്യൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ഡിസ്മാൻഡ്ലിംഗ് സൈറ്റ് റിസ്റ്റോറേഷൻ ആൻഡ് അതർ സിമിലർ ലയബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കോമ്പണന്റ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലീസിന്റെ കേസിൽ എന്ത് ചെയ്യും, ഈ ലീസ് ടേം കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പം ഈ അസറ്റ് പഴയ രീതിയിലാക്കി കൊടുക്കേണ്ടി വരാം. ഫോർ എക്സാമ്പിൾ ബിൽഡിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെഷീനറി ഒക്കെ ആണെങ്കിൽ ആ സാധനം എന്ത് ചെയ്യണം, അവിടുന്ന് ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടി ചിലപ്പം കോസ്റ്റ് വരാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കോസ്റ്റ് നമുക്ക് എന്താണ് അറ്റ് ദി എൻഡ് ഓഫ് ലീസ് ടേം വരുമെങ്കിൽ that is also to be അതിന്റെ പ്രസന്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്ത് that is also to be included in the cost. Okay, that is also to be included in the cost. ഇത്രയും കോമ്പോണൻസിന്റെ ടോട്ടൽ ആയിരിക്കും എന്താ, ROU അസറ്റിന്റെ കോസ്റ്റ്. ഇത്രയും കോമ്പോണൻസിന്റെ ടോട്ടൽ ആയിരിക്കും ROU അസറ്റിന്റെ കോസ്റ്റ്. സോ ഇറ്റ് is present value of lease payments plus already made lease payments less any lease incentives which are not covered in the above computations plus any initial direct cost plus any dismantling cost. Okay, so dismantling cost നമ്മൾ ആഡ് ചെയ്യുന്നതിന്റെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പീരിയഡിൽ മാത്രം വരേണ്ട കോസ്റ്റ് അല്ലാതെ ഓവർ ദ പീരിയഡ് ഓഫ് ലീസ് അലോക്കേറ്റ് ചെയ്യേണ്ടതാണ്. ബിക്കോസ് എന്താണ്, ഇല്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾ റെപ്രസെന്റേഷൻ കിട്ടില്ല, മാച്ചിങ് കോൺസെപ്റ്റ് അക്രൂവൽ ലീസ് കംപ്ലൈ ചെയ്യില്ല. അതുകൊണ്ടാണ് ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ് ആദ്യം തന്നെ കോസ്റ്റിന്റെ പാർട്ടായിട്ട് എസ്റ്റിമേറ്റ് ചെയ്ത് ഇതിന്റെ കൂടെ ഇത് ചെയ്തിട്ട് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട, ഡിപ്രീസിയേഷന്റെ കൂടെ തന്നെ ഓവർ ദ പീരിയഡ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ഒന്ന് രണ്ട് ചെറിയ ക്വസ്റ്റ്യൻസ്, ചെറിയ ഇല്യൂസ്ട്രേഷൻസ് നമുക്ക് നോക്കാം. സോ എന്താണ്, ഫസ്റ്റ് വൺ, entity Y and entity Z, there are two entities. They executed a 12-year lease of a rail car. Okay, lease commencement date is February 1, 2016. Okay, entity Y യോട് എന്താണ്, എക്സിക്യൂഷന്റെ സമയത്ത് 10,000 ആണ് മന്ത്ലി റെന്റൽസ് പറഞ്ഞിരിക്കുന്നത്. എക്സിക്യൂഷൻ സമയത്ത് എത്രയാണ്, 10,000 ആണ് മന്ത്ലി റെന്റൽസ് പറയുന്നത്. ആൻഡ് entity Z will pay rupees 50,000 as cash incentive to enter into lease payment. Okay, lease payments enter ചെയ്യുന്ന ഡേറ്റിൽ എന്ത് ചെയ്യും, 50,000 ലീസ് കോൺട്രാക്ട് എൻട്രി ചെയ്ത് കഴിയുമ്പം ക്യാഷ് ഇൻസെന്റീവ് ആയിട്ട് നമ്മൾ കൊടുക്കും. ഇനീഷ്യൽ ഡയറക്ട് കോസ്റ്റ് ആയിട്ട് ഒരു 1,000 rupees ഇൻകർ ചെയ്തിട്ടുണ്ട്. ഇനീഷ്യൽ ഡയറക്ട് കോസ്റ്റ് ആയിട്ട് ഒരു 1,000 rupees ഇൻകർ ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് പേയബിൾ ഓൺ February 1, 2016. അതായത് എന്താണ്, ആ ടേംസ് എന്നാണോ എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത്, ആ ലീസ് കോൺട്രാക്ട് എന്നാണോ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ആ ഡേറ്റ് തന്നെ. ഓക്കെ, എന്നിട്ട് എന്താണ്, ഇനീഷ്യൽ ലീസ് ലയബിലിറ്റി, അതായത് പ്രസന്റ് വാല്യൂ ഓഫ് അൺപെയ്ഡ് ലയബിലിറ്റി എത്രയാണ് അവർ കണ്ടുപിടിച്ചേക്കുന്നത്, 8,50,000 ആണ് പറഞ്ഞേക്കുന്നത്. ഈ 10,000 വെച്ച് 12 monthsലേക്ക് പേ ചെയ്തേക്കുന്നതിന്റെ പ്രസന്റ് വാല്യൂ ഒക്കെ കണ്ടുപിടിച്ചിട്ട് അവർ കണ്ടുപിടിച്ച എമൗണ്ട് എത്രയാണ്, 8,50,000. സോ ഈ ട്രാൻസാക്ഷൻ നമ്മൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യും, അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ എന്താണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് വരേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്ത് ചെയ്യണം, ഇവിടെ ലീസ് കമൻസ്മെന്റ് ഡേറ്റിൽ we have to recognize both ROU asset as well as
ലീസ് ലയബിലിറ്റി. ഇത് രണ്ടും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. ബിക്കോസ് ഇവിടെ എന്താണ് 12-year ലീസ് ആണ്. 12-year ലീസ് ആണ്, ലോ വാല്യൂ അസറ്റും അല്ല. ബിക്കോസ് എന്താണ് ടോട്ടൽ ഇനീഷ്യൽ ലീസ് ലയബിലിറ്റി തന്നെ പ്രസന്റ് വാല്യൂ എടുത്തപ്പോൾ 8,50,000 വന്നു. ദിസ് cannot be considered as a low value lease. ഓക്കെ, അപ്പൊ എന്താണ് ROU അസറ്റ് ലീസ് ലയബിലിറ്റി എന്തായാലും ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് cannot be used. ഓക്കെ, ഇനി നമ്മൾ നോക്കുവാണ് ROU അസറ്റിന്റെ കോസ്റ്റിൽ എന്തൊക്കെ പെടും. ROU അസറ്റിന്റെ കോസ്റ്റ് നമ്മൾ നോക്കിയാൽ ദിസ് ഇൻക്ലൂഡ്സ് പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ്സ്. ഇതിനകത്ത് എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് 8,50,000. ആറ്റ് ലീസ് പേയ്മെന്റ്സ് ഓൾറെഡി മെയ്ഡ്. അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യനിലുണ്ടോ? നിൽ. ഓക്കെ, ലെസ് ലീസ് ഇൻസെന്റീവ്സ് നോട്ട് കൺസിഡേർഡ് എബോവ്. ലീസ് ഇൻസെന്റീവ്സ് നോട്ട് കവേർഡ് എബോവ്. ഇപ്പൊ തന്നെ കിട്ടുന്ന ഒരു ലീസ് ഇൻസെന്റീവ് ആണ് ഇവിടെയുള്ള 50,000. സോ ഇതെന്താണ് ഈ ഒരു PV ഓഫ് ലീസ് പേയ്മെന്റ്സിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടാവില്ല. Therefore we have to reduce that component 50,000. ഓക്കെ, ഇനി എന്താണ്? ഇനി നമ്മൾ നോക്കിയാൽ there is an initial direct cost of 1,000. ഓക്കെ, പ്ലസ് ഇനീഷ്യൽ ഡയറക്ട് കോസ്റ്റ് ഓഫ് 1,000 പ്ലസ് ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ് നോക്കിയാൽ ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല. സോ ദാറ്റ് ഈസ് ഓൾസോ nil. ഓക്കെ, സോ വാട്ട് വിൽ ബി ദി കോസ്റ്റ് ഓഫ് ദിസ് അസറ്റ്? വാട്ട് വിൽ ബി ദി കോസ്റ്റ്? സോറി, എക്സിക്യൂഷൻ ഓഫ് കോൺട്രാക്ടിന്റെ സമയത്തും ഒരു 10,000 പേ ചെയ്യാനുണ്ട്. സോ ലീസ് പേയ്മെന്റ്സ് മെയ്ഡ് എന്ന് പറയുന്ന സാധനം ഒരു 10,000 ഉണ്ട്. സോറി, എക്സിക്യൂഷന്റെ സമയത്ത് ആദ്യം തന്നെ ഒരു പേയ്മെന്റ് 10,000 പറയുന്നുണ്ട്. സോ എന്താണ് ഇവിടെ നോക്കിയാൽ entity Y must pay entity Z first monthly installment upon execution. അപ്പം ജാനുവരി 1-നാണ് എക്സിക്യൂഷൻ നടന്നിരിക്കുന്നത്. സോ ആ ഡേറ്റിൽ തന്നെ എന്തുണ്ട്? ആ ഡേറ്റിൽ തന്നെ 10,000 പേ ചെയ്തിട്ടുണ്ട്. Therefore ആ എമൗണ്ട് ലീസ് പേയ്മെന്റ്സ് ഓൾറെഡി മെയ്ഡ് ആണ്. ഇത് PV ഓഫ് ലീസ് പേയ്മെന്റ്സിൽ ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. സോ നമുക്ക് ടോട്ടൽ നോക്കിയാൽ PV ഓഫ് ലീസ് പേയ്മെന്റ്സ് 8,50,000, ലീസ് പേയ്മെന്റ്സ് മെയ്ഡ് 10,000, ലീസ് ഇൻസെന്റീവ് ഈ ലീസ് PV കണ്ടുപിടിച്ചപ്പോൾ കൺസിഡർ ചെയ്തിട്ടില്ല. ബിക്കോസ് എക്സിക്യൂഷൻ കഴിയുമ്പോൾ തന്നെ കൊടുക്കുന്നത് 50,000, ഇനീഷ്യൽ ഡയറക്ട് കോസ്റ്റ് 1,000, ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ് nil. So what is my cost of ROU asset? Cost of ROU asset is equal to 8,11,000. Cost of ROU asset is equal to 8,11,000. So ഈ 8,11,000 നമ്മൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നു നോക്കാം. നമ്മൾ എന്താണ് ജനുവരി 1-നാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്തേക്കുന്നത്. സോ ദാറ്റ് ഈസ് ദി ഇൻസെപ്ഷൻ ഡേറ്റ്. ആ ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് മന്ത്ലി റെന്റൽസ് കൊടുത്തിട്ടുണ്ട്. സോ അപ്പൊ എന്താണ് ഫസ്റ്റ് മന്ത്ലി റെന്റൽ കൊടുത്തതിനകത്ത് 112016. ഓക്കെ, 112016 നമ്മൾ നോക്കിയാൽ എന്താണ് ആ ഡേറ്റിലെ ഫസ്റ്റ് ജേണൽ എൻട്രി എന്തായിരിക്കും? നമ്മുടെ ബാങ്കിൽ നിന്ന് പൈസ പോയി ലീസ് പേയ്മെന്റ് account debtor, lease payment account debtor to bank. Okay, lease payment account debtor to bank 10,000. Okay, because ആ ഡേറ്റിൽ നമുക്ക് ROU asset lease liability recognize ചെയ്യാൻ പറ്റില്ല. because that is the inception date. ഇനി എന്താണ് നമ്മൾ നോക്കിയപ്പോൾ എന്താണ് നമ്മൾ 1-ാം തീയതി ഫെബ്രുവരി 1-ാം തീയതി കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്തു. ആ ഡേറ്റിൽ എന്ത് ചെയ്തു? ലീസ് ഇൻസെന്റീവ് റിസീവ് ചെയ്തിട്ടുണ്ട്. സോ 1/2/2016 ലീസ് ഇൻസെന്റീവ് റിസീവ് ചെയ്തു. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ലീസ് ഇൻസെന്റീവ് എന്താണ്? I had received 50,000. ഓക്കെ, ഇനി സെയിം ഡേറ്റ് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇനീഷ്യൽ ഡയറക്ട് കോസ്റ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് അവിടെ എനിക്ക് ഇനീഷ്യൽ ഡയറക്ട് കോസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? 1,000 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ടു ബാങ്ക്. ഓക്കെ, ടു ബാങ്ക് 1,000. ഇത്രയും പേയ്മെന്റ് ഞാൻ നടത്തിയിട്ടുണ്ട്. സോ അതിനെല്ലാത്തിനും ഞാൻ ഓരോ ജേണൽ എൻട്രി പാസ് ചെയ്തു. ഓക്കെ, ഇത്രയും സംഭവം എന്റെ ബുക്സിൽ നടന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണം? ദിസ് ഇസ് മൈ കമൻസ്മെന്റ് ഡേറ്റ്. On this date, I have to recognize my ROU asset and lease liability. അപ്പൊ എന്ത് ചെയ്യണം? ROU asset and lease liability recognize ചെയ്യാൻ വേണ്ടി 1/2/2016 I'll pass a journal entry. എന്താണ്
ROU asset account debtor. ROU asset account debtor അതിന്റെ കോസ്റ്റ് എത്രയാ? നമ്മൾ നോക്കിയാൽ ROU asset account debtor 8,11,000. ഓക്കെ, ഈ ലീസ് ഇൻസെന്റീവ് ഓൾറെഡി കിട്ടിയതാണ്. ഇനി ഈ സാധനം നിർത്തേണ്ട ആവശ്യമില്ല. സോ ദിസ് ഇസ് ടു ബി റിവേഴ്സ്ഡ്. സോ ലീസ് ഇൻസെന്റീവ് ഇത്ര നമുക്ക് കിട്ടി. സോ ദാറ്റ് ഈസ് ഓൾസോ ടു ബി റിവേഴ്സ്ഡ്. ടു നമ്മൾ നോക്കിയാൽ എന്തൊക്കെയുണ്ട്? ലീസ് ലയബിലിറ്റി ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് എത്രയാണ്? ദാറ്റ് ഈസ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ്സ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 8,50,000. ലീസ് പേയ്മെന്റ്സ് മെയ്ഡ് എന്താണ്? അത് ROSന്റെ കോസ്റ്റിന്റെ പാർട്ടാണ്. സോ അതിലേക്ക് അതിനെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുവാണ്. സോ ലീസ് പേയ്മെന്റ് അക്കൗണ്ട് 10,000. ഇനീഷ്യൽ ഡയറക്ട് കോസ്റ്റും ഏതിന്റെ പാർട്ടാണ്? ROSന്റെ കോസ്റ്റിന്റെ പാർട്ടാണ്. സോ ഇനീഷ്യൽ ഡയറക്ട് കോസ്റ്റ് ഞാൻ എന്ത് ചെയ്യുവാണ്? ഐ എം ട്രാൻസ്ഫറിങ് ടു ROU asset, that is 1,000. So this is how my entry will look like. Okay, this is how my journal entry will look like when it comes to recognition of this ROU asset. നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഈ കമൻസ്മെന്റ് ഡേറ്റിലെ നമുക്ക് ജേണൽ എൻട്രി പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ROU assetന്റെ വാല്യൂ ഇതാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, ലീസ് ലയബിലിറ്റിയുടെ വാല്യൂ ഇതാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇനീഷ്യൽ ഡയറക്ട് കോസ്റ്റ് ഷുഡ് ഫോം പാർട്ട് ഓഫ് യുവർ കോസ്റ്റ് ഓഫ് അസറ്റ്. ഇനി നമ്മൾ നോക്കിയാൽ എന്താണ്? ഇനീഷ്യൽ മെഷർമെന്റ് ഓഫ് ലീസ് ലയബിലിറ്റി. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ അതിന് മുമ്പായിട്ട് ലീസ് ലയബിലിറ്റിയിൽ എന്താണ് പെടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ലീസ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട്, ഇപ്പൊ നമ്മൾ കണ്ടതാണ്, ഇറ്റ് ഈസ് ദി present value of lease payments which are not paid, that is to be paid over the remaining lease term. Lease payments to be paid over the remaining lease term, അതിന്റെ present value ആണ് എന്ത്? നമ്മുടെ lease liability. Therefore അപ്പൊ എന്താണ്? ഇതിന്റെ present value ആണ് കണ്ടുപിടിക്കേണ്ടത്. present value കണ്ടുപിടിക്കാൻ വേണ്ടി we should have a discount rate. That discount rate എന്താണ്? ലെസറിന്റെ IRR ലെസിക്ക് അറിയാമെങ്കിൽ they have to use that rate. Okay, ലെസറിന്റെ IRR ലെസിക്ക് അറിയാമെങ്കിൽ they have to use that rate. Otherwise ലെസിയുടെ ഇൻക്രിമെന്റൽ ബോറോയിങ് റേറ്റ് തന്നെയായിരിക്കണം ഏതായിട്ട് ഉപയോഗിക്കേണ്ടത്? ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. Okay, ലെസേഴ്സ് IRR is known to the lessee, then that rate is to be used. ലെസേഴ്സ് IRR അറിയില്ലെങ്കിൽ പുതിയൊരു ലോൺ വാങ്ങിക്കാൻ പുതിയൊരു ലോൺ അവൈൽ ചെയ്യാൻ എന്താണോ ലെസിക്ക് അവൈലബിൾ ആയിട്ടുള്ള റേറ്റ്, ദാറ്റ് റേറ്റ് ഷുഡ് ബി യൂസ്ഡ്. ഓക്കെ, സോ അതാണ് ലീസ് ലയബിലിറ്റിയുടെ എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. സോ നമുക്ക് എന്താണ്? ടേക്ക് ദിസ് വൺ. ഓക്കെ, സോ എന്താണ്? entity L enters into a lease for 10 years. Okay, with a single lease payment payable at the beginning of each year. Okay, the single lease payment payable at the beginning of each year. The initial lease payment is 1 lakh. Okay, lease payment will increase by the rate of LIBOR at each year. Date of commencement നോക്കിയപ്പോൾ എന്താണ്? LIBOR is 2%. Okay, interest implicit on lease, അതായത് ലെസറിന്റെ IRR ലെസിക്ക് അറിയാമെങ്കിൽ that is to be used, അത് 5% ആണ്. How this lease liability to be initially measured? അപ്പൊ നമ്മൾ നോക്കിയാൽ എന്താണ്? Lease payments are made at the beginning of each year. So lease payments are at the beginning of each year. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് you have to create lease liability. Lease liability യുടെ വാല്യൂ എങ്ങനെയായിരിക്കും? You will take the year cash flow, discount factor at 5%, discounted cash flow. Year 1 lease rentals എത്രയാണ്? നമ്മൾ നോക്കിയ 1 lakh ആണ്. ഇനി എന്താണ്? ഡിസ്കൗണ്ട് ഫാക്ടർ 5% ആണ്. പക്ഷേ ബിഗിനിങ് ഓഫ് ദി ഇയറിലാണ് പേയ്മെന്റ്. സോ ഫസ്റ്റ് ഇയറിലെ ലീസ് പേയ്മെന്റിന്റെ ആയിരിക്കും ഡിസ്കൗണ്ട് ഫാക്ടർ വിൽ ബി 1 itself. സോ 1 lakh ആണ് ഇതിന്റെ പ്രസന്റ് വാല്യൂ. ഇനി സെക്കൻഡ് ഇയർ നോക്കിയാൽ എന്താണ്? This is a lease payment which is linked to a rate. അതുകൊണ്ട് സെക്കൻഡ് ഇയറിന്റെ ക്യാഷ് ഫ്ലോ എന്തായിരിക്കും? നമ്മൾ ഇപ്പോഴത്തെ എക്സ്പെക്ടേഷൻ വെച്ച് 1,02,000 ആയിരിക്കും. സോ 0.952. ഇങ്ങനെ നമ്മൾ എന്താണ്? ഓരോ തവണയും നമ്മൾ എന്ത് ചെയ്യും?
ഓരോ വർഷത്തെയും ക്യാഷ് ഫ്ലോ വെച്ചിട്ട് വി വിൽ ഡിസ്കൗണ്ട് ദിസ്. അങ്ങനെ ഡിസ്കൗണ്ട് ചെയ്ത് 10 ഇയർ വരെ പോകുന്നതിന്റെ PV എന്താണോ അതിന്റെ സം എന്താണോ that will be your lease liability. So this is how you will find out what is the lease liability. Lease liability യുടെ കേസിൽ എന്താണ് സംഭവം? ഇത്രേ ഉള്ളൂ, present value of future lease payments to be made. Present value compute ചെയ്യാനായിട്ട് lessors IRR to be used. If it is not known, then lessee's incremental borrowing rate to be used. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ we'll take another example. So company H എന്ന് പറയുന്ന ഒരു കമ്പനി, they have an aircraft. They had taken an aircraft on lease for 5 years. Okay. ഒരു 1,00,000 flight hours കഴിയുമ്പം there must be a planned check. Okay. Planned ആയിട്ടൊരു ചെക്ക് 1,00,000 ഫ്ലൈറ്റ് അവർ കഴിയുമ്പോൾ എന്തായാലും വേണ്ടതാണ്. ലീസ് കഴിയുമ്പം ഈ ചെക്ക് കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? എയർക്രാഫ്റ്റ് തിരിച്ചു കൊടുക്കാനായിട്ട്. irrespective of actual number of flight hours. ഇതാണ് നമ്മുടെ ഏതിനുള്ള കണ്ടീഷൻ? നമ്മുടെ കോൺട്രാക്റ്റിലുള്ള കണ്ടീഷൻ. അപ്പൊ എന്താണ് നമ്മുടെ പേയ്മെന്റ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ലീസ് ടേം കഴിഞ്ഞിട്ട് 5 വർഷത്തെ ടേം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വന്നാലും there will be a cost. ആ കോസ്റ്റ് എന്താണ്? ഈ ഒരു പ്ലാൻഡ് ചെക്ക് നടത്താൻ വേണ്ടിയുള്ള കോസ്റ്റ് ഉണ്ട്. So that is also to be included in your cost of ROU asset. Okay, that is also to be considered in your cost of ROU asset. നമുക്ക് എന്ത് ചെയ്യണം? ആ വാല്യൂം കൂടി നമ്മൾ എടുക്കണം. എന്നിട്ട് അതിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതുകൂടി ROU അസറ്റിന്റെ വാല്യൂയിലേക്ക് എടുക്കണം. This is to be created as provision. Okay, this is to be created as provision in your books also. Okay, so ഇതാണ് നമ്മുടെ ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റിന്റെ ട്രീറ്റ്മെന്റ്. സോ ഇതാണ് നമ്മുടെ ഇത് ഇനീഷ്യൽ റെക്കഗ്നിഷൻ ആസ്പെക്ട്സ് നോക്കിയാൽ, ഇനീഷ്യൽ റെക്കഗ്നിഷൻ ആൻഡ് മെഷർമെന്റ് എങ്ങനെയാണ്? There is a single approach, ROU asset and lease liability to be recognized. Okay, ഇനി നമുക്ക് എന്ത് ചെയ്യാം? We'll check what is the subsequent measurement aspects. So subsequent measurement aspects നോക്കിയാൽ നമ്മുടെ പ്രിൻസിപ്പിൾ എന്താണ്? ROU asset means it is an asset. ഇപ്പൊ എന്താണ്? നമ്മൾക്ക് usually it may be an intangible asset, it may be a PPE. ഇതിൽ ഏതെങ്കിലും നേച്ചർ പെടുന്ന ഒരു അസറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. Therefore എന്ത് ചെയ്യണം? നമ്മള് കോസ്റ്റ് ഓർ റീവാലുവേഷൻ മോഡൽ വേണം. അതിന് സബ്സീക്വന്റ് അക്കൗണ്ടിങ് എന്താണ്? PPE സ്റ്റാൻഡേർഡിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ഒരു IND-AS 38 ഓൺ ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇതിൽ ഏതാണോ ഇതിന് ആപ്ലിക്കബിൾ ആകുന്ന ലീസിന് എടുക്കുന്ന അസറ്റ് എന്തും ആയിക്കോട്ടെ, അതിന്റെ കേസിൽ ഏത് മോഡൽ ആണോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ആ ക്ലാസ് ഓഫ് അസറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ബിൽഡിംഗ് ആണ് എടുത്തത്, അതിന്റെ ഫാക്ടറി പർപ്പസിന് വേണ്ടിയാണെങ്കിൽ എന്റെ ഫാക്ടറി പർപ്പസ് കോസ്റ്റ് മോഡലിലാണോ റീവാലുവേഷൻ മോഡലിലാണോ PPE സ്റ്റാൻഡേർഡ് പ്രകാരം ഞാൻ അക്കൗണ്ട് ചെയ്ത് പോകുന്നത്? ഐ ഹാവ് ടു ചെക്ക് ദാറ്റ്. എന്നിട്ട് ആ മോഡൽ ഇസ് ടു ബി ഫോളോഡ് ഫോർ ദിസ് ROU അസറ്റ് ഓൾസോ. ഓക്കെ, എന്താണ്? റീവാലുവേഷൻ മോഡൽ ആണെങ്കിൽ ROU അസറ്റിന് റീവാലുവേഷൻ മോഡൽ ഇസ് ടു ബി ഫോളോഡ്. കോസ്റ്റ് മോഡൽ ആണ് ബിൽഡിങ്ങിന് ഫോളോ ചെയ്യുന്നതെങ്കിൽ കോസ്റ്റ് മോഡൽ ഇസ് ടു ബി ഫോളോഡ്. ഏത് ക്ലാസ്സിനാണോ ഈ അണ്ടർലൈങ് അസറ്റ് ബിലോങ് ചെയ്യുക, ആ ക്ലാസ്സിന് ഏതാണോ ആപ്ലിക്കബിൾ ആയിട്ടുള്ള മോഡൽ ആസ് പെർ യുവർ ബുക്സ്, ദാറ്റ് മോഡൽ ഇസ് ടു ബി യൂസ് ഫോർ ദിസ് ROU asset also. Okay, so this is an important aspect. Then second thing is that when it comes to your useful life for the purpose of depreciation, useful life എങ്ങനെയാണ് എടുക്കേണ്ടത്? ഓക്കെ, അതിനകത്തും ക്ലിയർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് സ്റ്റാൻഡേർഡ് തരുന്നുണ്ട്. If the ownership is transferred, ownership will be transferred. അതായത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആണെന്ന് ഡയറക്ട്ലി പറയുന്നു. പർച്ചേസ് ഓപ്ഷൻ ആണ്. പർച്ചേസ് ഓപ്ഷൻ റീസണബിളി എക്സ്പെക്ടഡ് ടു എക്സസൈസ്. ഇതാണ് സിറ്റുവേഷൻ എങ്കിൽ എന്താണ്? ഓണർഷിപ്പ് വിൽ ബി ട്രാൻസ്ഫേർഡ്. ഇതാണ് സിറ്റുവേഷൻ എങ്കിൽ എന്താണോ അസറ്റിന്റെ യൂസ്ഫുൾ ലൈഫ് അത് തന്നെ അണ്ടർലൈങ് അസറ്റിന്റെ ROU അസറ്റിന്റെ ഡിപ്രീസിയേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കണം. ഓക്കെ, ലോജിക് എന്താന്ന് വെച്ചാൽ ലീസ് പേയ്മെന്റ്സിനകത്ത് ഈ എന്താണ് പർച്ചേസ് ഓപ്ഷന് വേണ്ടിയുള്ള എമൗണ്ട് ഇൻക്ലൂഡഡ് ആണ്. സോ അതിന്റെ പ്രസന്റ് വാല്യൂയും എല്ലാം നമ്മുടെ കോസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഇഫ് ദർ ഇസ് എ പർച്ചേസ് ഓപ്ഷൻ, അല്ല നമ്മുടെ യൂസ്ഫുൾ ലൈഫ് സബ്സ്റ്റാൻഷ്യലി കവർ ചെയ്യുന്നുണ്ട്, ഓണർഷിപ്പ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ അസറ്റിന് വേണ്ടി നമ്മൾ പേ ചെയ്യുന്ന മുഴുവൻ എമൗണ്ടും ഏതിനകത്ത് കൺസിഡർ ചെയ്തിട്ടുണ്ട്? ROU അസറ്റിന്റെ കമ്പ്യൂട്ടേഷനിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ
എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ എന്താണോ അതിന്റെ ആക്ച്വൽ യൂസ്ഫുൾ ലൈഫ് അതിനെ ബേസ് ചെയ്ത് വേണം. ഇഫ് ദി ഓണർഷിപ്പ് വിൽ ബി ട്രാൻസ്ഫേർഡ്, ഇഫ് ദി ഓണർഷിപ്പ് വിൽ ബി ട്രാൻസ്ഫേർഡ്. ഇനി എന്താണ്, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നില്ലെങ്കിൽ, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നില്ലെങ്കിൽ ദാറ്റ് ഷുഡ് ബി അറ്റ് ലോവർ ഓഫ് 2 വാല്യൂസ്. ഏതാണ് യൂസ്ഫുൾ ലൈഫ് എന്താണ് അസറ്റിന്റെ എന്ന് നോക്കുക, ലീസ് ടേം എന്താണെന്ന് നോക്കുക, അതിൽ ലോവർ ഏതാണോ, അതായത് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്, അസറ്റിന് ബെനിഫിറ്റ് കിട്ടുന്നത് ഫോർ എക്സാമ്പിൾ ലീസ് ടേം 10 വർഷമാണ്, യൂസ്ഫുൾ ലൈഫ് 6 വർഷമുള്ളെങ്കിൽ depreciation is a systematic allocation of depreciable amount of an asset over its useful life. അപ്പൊ എന്താണ്, ആ അസറ്റിൽ നിന്ന് നമുക്ക് എക്കണോമിക് ബെനിഫിറ്റ് കിട്ടുന്ന പീരിയഡ് ദാറ്റ് ഈസ് ഓൺലി 6 years. അപ്പൊ അത്രയും പീരിയഡിൽ വേണം നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ. അതുകൊണ്ട് യൂസ്ഫുൾ ലൈഫ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെച്ചു. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നില്ലെങ്കിൽ നമുക്ക് എന്താണ്, മാക്സിമം ലീസ് ടേമിന് എൻഡ് വരെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. സോ അതും അടുത്ത ടേം ആയിട്ട് വെച്ചു. എന്നിട്ട് അതിലേതാണോ ലോവർ അതായിരിക്കും നമുക്ക് ആക്ച്വലി ഇക്കണോമിക് ബെനിഫിറ്റ് കിട്ടുന്ന പീരിയഡ്. സോ അതാണ് നമ്മൾ യൂസ്ഫുൾ ലൈഫ് ആയിട്ട് എടുക്കുന്നത്. സോ അതാണ് നമ്മുടെ യൂസ്ഫുൾ ലൈഫ് ഫോർ ഡിപ്രീസിയേഷൻ പർപ്പസ്. ഓക്കെ, ഇനി നമ്മൾ വേറൊരു സംഭവം നോക്കിയാൽ, നമുക്ക് വേരിയബിൾ ലീസ് പേയ്മെന്റ്സ് ലിങ്ക് ടു റേറ്റ് ഓർ ഇൻഡെക്സ് മാത്രമേ ലീസ് പേയ്മെന്റ്സിൽ എടുത്തിട്ടുള്ളൂ. ഇനി നോട്ട് ലിങ്ക് ടു റേറ്റ് ഓർ ഇൻഡെക്സിനെ ഞാൻ എന്ത് ചെയ്യണം, അതാണ് എന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ചോദിച്ചേക്കുന്നത്. സോ എന്ത് ചെയ്യണം, ഐ ഹാവ് ടു റെക്കഗ്നൈസ് ദാറ്റ് ഇൻ പി ആൻഡ് എൽ. എന്റെ ROU അസറ്റ് തൊട്ടുപോകരുത്, ROU അസറ്റിൽ യാതൊരു ഇമ്പാക്റ്റും ഇല്ല. എന്താണോ വേരിയബിൾ ലീസ് പേയ്മെന്റ് നോട്ട് ലിങ്ക് ടു റേറ്റ് ഓർ ഇൻഡെക്സ്, അതിന്റെ എമൗണ്ട് റീസണബിളി സർട്ടൺ ആയി, ആ എമൗണ്ട് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്തു, അതിന് അക്രൂവൽ ബേസിൽ എപ്പോഴാണോ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും അന്നേരം പി ആൻഡിൽ എക്സ്പെൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുക, ROU അസറ്റിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, this is your concept when it comes to your ROU asset. Next one is lease liability. Lease liability എന്താണ്, there is a contractual obligation to deliver cash. There is a contractual obligation to deliver cash. Therefore, this is a financial instrument. This is a financial instrument. More particularly, financial liability. Amortized cost model follow ചെയ്യണം. എന്താണ്, നമ്മുടെ കോൺസ്റ്റന്റ് പീരിയോഡിക്കൽ റേറ്റ് ഓഫ് റിട്ടേൺ അത് ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് എടുക്കണം. അതായത് PV കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഡിസ്കൗണ്ട് ഫാക്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ലെസേഴ്സ് IRR is known then that rate, അല്ലെങ്കിൽ എന്താണ് ഇൻക്രിമെന്റൽ ബോറോയിങ് റേറ്റ്, ഇതിൽ ഏതോ ഒരു റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തത്. ആ വാല്യൂ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ വാല്യൂ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ ഫോളോ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ദി കേസ് വെൻ ഇറ്റ് കംസ് ടു യുവർ ലീസ് ലയബിലിറ്റി. ദാറ്റ് ഈസ് ദി കേസ് വെൻ ഇറ്റ് കംസ് ടു യുവർ ലീസ് ലയബിലിറ്റി. നമുക്ക് എന്താണ്, അപ്പൊ ഒരു ചെറിയ പ്രോബ്ലം, ഓക്കെ, വിൽ ഡു എ സ്മോൾ പ്രോബ്ലം ഓൺ ദിസ്. ഓക്കെ, നമുക്ക് എന്താണ് സബ്സീക്വന്റ് റെക്കഗ്നിഷനും ഇനീഷ്യൽ മെഷർമെന്റും സബ്സീക്വന്റ് മെഷർമെന്റും ഇതിന്റെ ഒക്കെ ഇമ്പാക്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ വിൽ ഡു. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 12. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12. സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയാൽ എങ്ങനെയാണ്, ഈ ക്വസ്റ്റ്യനിൽ ഓൺ January 1, 2003 lease company entered into a lease agreement for 6-year period. Okay, ആ ടൈമിൽ നോക്കിയാൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, annual lease payments are to be made 18,420 in advance. Okay, annual lease payments 18,420 ആണെന്ന് പറയുന്നുണ്ട്. Initial measurement of lease liability 65,586 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് 18,420 6 yearsലേക്ക് പേ ചെയ്താൽ ദാറ്റ് ഈസ് അറൌണ്ട് 1,20,000. അതിന്റെ ഡിസ്കൗണ്ടഡ് ഫിഗർ എടുത്തിട്ടുണ്ടെങ്കിൽ 65,000 ഒരിക്കലും വരില്ല. അപ്പൊ എന്താണ് 5 yearsലേക്കുള്ള പേയ്മെന്റ് എടുത്തിട്ട് അവർ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് ആ ഒരു ഫിഗേഴ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം. ഓക്കെ, ആനുവൽ ലീസ് പേയ്മെന്റ്സ് ഓഫ് 18,420 ആണ്. 18,420 ആണെങ്കിൽ ഓക്കെ, 18,420 into 6 years എന്ന് പറഞ്ഞാൽ ടോട്ടൽ 1,10,520 ഉണ്ട്. അതിനെ യൂഷ്വലി നമ്മൾ ഒരു 12.6, ഇവിടെ റേറ്റ് പറയുന്നുണ്ട് ഡിസ്കൗണ്ട് റേറ്റ് ഇംപ്ലിസിറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് ഇസ് 12.6, 12.5 എന്നുള്ള റേറ്റ് വെച്ച് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഷുഡ് ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 80,000. ആ ഒരു റേഞ്ച് വരണം. പക്ഷെ എന്താണ് ഇവിടെ 65,586 ഉള്ളൂ. നിങ്ങൾ 12% ഡിസ്കൗണ്ട് നോക്കിയാൽ ദാറ്റ് ഇസ് something which is at 80,000 range. അപ്പൊ എന്താണ് നമുക്ക് ഈ ലീസ് ലയബിലിറ്റി കൺസിഡർ ചെയ്തപ്പം ആദ്യത്തെ ഇനീഷ്യലി അഡ്വാൻസ് ആയിട്ട് കൊടുക്കേണ്ടതാണ് കമൻസ്മെന്റ് ഡേറ്റിന്റെ സമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ടാവും. ലീസ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രസന്റ് വാല്യൂ ഓഫ് റിമൈനിങ് ലീസ് പേയ്മെന്റ്സ് ഓവർ ദി ലീസ് ടേം ആണ്, ഓവർ ദി റിമൈനിങ് ലീസ് ടേം ആണ്. അപ്പം
ഇനീഷ്യൽ എമൗണ്ട് കൺസിഡർ ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ ആ ഒരു ഫാക്റ്റിൽ നിന്ന് നമുക്ക് നോക്കണം. ഓക്കെ, സോ 12.5 ആണ് നമ്മുടെ ഏത് ലീസ് എഗ്രിമെന്റിലെ ഇംപ്ലിസിറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ. അത് വെച്ചിട്ട് ലീസ് ലയബിലിറ്റി കണ്ടുപിടിച്ചിരിക്കുന്നതാണ് 65,586. ഇനി എന്താ പറയുന്നത്, ഈ കമ്പനി ലിസ് കമ്പനി എക്സ്പെക്ട്സ് ടു സെൽ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് അസറ്റ് ഡ്യൂറിംഗ് ഫസ്റ്റ് 5 years ഓഫ് ലീസ്. ഇവർക്ക് എന്താണ് 6 വർഷത്തേനും ലീസിന് എടുത്തിട്ടുണ്ട്, പക്ഷെ 5 വർഷം ഈ അസറ്റ് ഉപയോഗിച്ചിട്ട് അവർ എന്ത് ചെയ്യുള്ളൂ, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുള്ളൂ. എന്തുകൊണ്ട് അവർ 6 ഇയറിന്റെ ലീസ് എടുത്തേക്കുന്നേ, ലെസറിന്റെ റിക്വയർമെന്റ് അതാണ്. 6 വർഷത്തേനെ ലെസർ ലീസിന് കൊടുക്കുള്ളൂ, അതുകൊണ്ട് മാത്രം 6 വർഷത്തെ ലീസ് എടുത്തു. പിന്നെ എന്താണ് 5 വർഷം കഴിയുമ്പോഴേ എനിക്ക് മാർക്കറ്റ് 20 ഐറ്റത്തിനെന്ന് തോന്നുവാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ഒരു എന്റെ എക്സ്പെക്ടേഷൻ ചേഞ്ച്, ഇങ്ങനത്തെ 2 ഫാക്ടർ നോക്കി വെച്ചാണ് എന്ത് ഞാൻ 6 വർഷത്തേനുള്ള ലീസ് എടുത്തേക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് ഇക്കണോമിക് ബെനിഫിറ്റ് കിട്ടുന്ന ഏത് പീരിയഡിലുള്ളൂ, ആദ്യത്തെ 5 വർഷമേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താണ്, ലിസ്റ്റ് കമ്പനി ഹാസ് ദി റൈറ്റ് ടു ഡിറ്റർമൈൻ ദി യൂസ് ഓഫ് അസറ്റ് ഡ്യൂറിംഗ് ലീസ് ടേം ആൻഡ് വിൽ ഒബ്റ്റെയിൻ സബ്സ്റ്റാൻഷ്യലി ഓൾ ഇക്കണോമിക് ബെനിഫിറ്റ് ഫ്രം ഇറ്റ്സ് യൂസ്. ഇതെന്തിനാ പറഞ്ഞേക്കുന്നത്, this is a lease. ലീസിന്റെ ഡെഫിനേഷൻ, ലീസിന്റെ ഐഡന്റിഫിക്കേഷനിൽ there should be an identified asset, there should be right to get substantially all economic benefit, right to direct use. ഇതുണ്ടാവണം എന്ന് പറയുന്നുണ്ടെങ്കിൽ മാത്രമേ ലീസ് ആവുള്ളൂ. സോ ദ ലീസ് കോൺട്രാക്ട് തന്നെയാണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് they had given those conditions. ഇനി എന്താണ് പറയുന്നത്, January 1, 20x3 ലീസ് എഗ്രിമെന്റിൽ എൻട്രി ചെയ്തേക്കുന്നത്. സോ December 31, 20x3 എൻഡിങ് ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, ആ ഫിനാൻഷ്യൽ ഇയറിന്റെ ബാലൻസ് ഷീറ്റ് P&L ഇതിന്റെ റെലവന്റ് എക്സ്ട്രാക്ട് കാണിക്കുക. ദിസ് ഇസ് യുവർ ക്വസ്റ്റ്യൻ. സോ നമുക്ക് എന്താണ്, ഇനീഷ്യൽ റെക്കഗ്നേഷൻ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ ട്രീറ്റ്മെന്റ്, ഇത്രയും നമ്മൾ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. സോ അപ്പൊ എന്താണ്, വിൽ ഡു ദിസ് പ്രോബ്ലം. ഓക്കെ, സോ അപ്പൊ എന്താണ്, ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ ഫസ്റ്റ് വൺ എന്ത് കണ്ടുപിടിക്കണം, our first working note will be computation of ROU asset. ROU assetന്റെ വാല്യൂ ഇതിനകത്ത് എങ്ങനെയായിരിക്കും, ROU asset value will be നമ്മുടെ present value of lease payment എത്രയാണ്, present value of lease payment is equal to rupees 65,586. 65,586 at lease payments already made, lease payment made in advance, that is equal to rupees 18,420. Therefore total amount will be 65,586 plus 18,420, which is equal to 84,006. Is 84,006. This is your value of ROU asset. So നമ്മൾ എന്ത് ചെയ്യണം, ഈ വാല്യൂലായിരിക്കും നമ്മൾ ROU asset റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. സോ ഈ ഡേറ്റിൽ നമ്മുടെ ജേണലിന്റെ എന്തായിരിക്കും, ROU asset account debtor 84,006 to lease liability എത്രയാണ്, 65,586. ഇപ്പൊ ഞാൻ ബാങ്ക് പേയ്മെന്റ് നടത്തി ലീസ് പേയ്മെന്റ്സ് മെയ്ഡ് ഇൻ അഡ്വാൻസ് സെപ്പറേറ്റ് എൻട്രി പാസ് ചെയ്തിട്ട് ഇതിൽ റിവേഴ്സൽ അടിക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ എൻട്രി എഴുതാം 18,420. സോ ദിസ് ഇസ് യുവർ ജേണൽ എൻട്രി ആസ് ഓൺ 1/1/2013. ഓക്കെ, ഇനി എന്താണ് ഞാൻ നോക്കേണ്ടത്, എന്നോട് ചോദിച്ചേക്കുന്നത് 31st December 20x3 എന്താണ് ബാലൻസ് ഷീറ്റിലും P&L കാണിക്കേണ്ട ഫിഗേഴ്സ് ആണ്. സോ അപ്പൊ എനിക്ക് എന്താ കണ്ടുപിടിക്കണം, എത്രയൊക്കെയാണ് ഞാൻ എന്റെ ROU അസറ്റിന്മേൽ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുക ആസ് പെർ ദി സബ്സിക്വന്റ് റെക്കഗ്നിഷൻ മോഡൽ, എത്രയാണ് എന്റെ ലീസ് ലയബിലിറ്റിന്മേൽ ഞാൻ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് അക്രൂ ചെയ്തിട്ട് അതിന്റെ അക്കൗണ്ടിങ് ചെയ്യുക, ഇതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. സോ മൈ സെക്കൻഡ് വർക്കിംഗ് നോട്ട് നമ്പർ 2, depreciation on ROU asset. ഞാൻ നോക്കുവാണ്, ഡിപ്രീസിയേഷൻ ഓൺ ROU asset നോക്കി കഴിയുമ്പം എന്താണ് അതിനകത്ത് നോക്കിയാൽ ഫസ്റ്റ് ഐ ഹാവ് ടു ഡിറ്റർമൈൻ വാട്ട് ഈസ് യൂസ്ഫുൾ ലൈഫ്. ഈ യൂസ്ഫുൾ ലൈഫ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് 2 ക്രൈറ്റീരിയ ആണ് നമ്മൾ നോക്കിയത്, വെദർ
whether the ownership is getting transferred to the lessee, whether the ownership is not getting transferred to the lessee. ഇതിനകത്തൊരു ക്ലിയർ ആയിട്ട് ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്, ദാറ്റ് ഈസ് after 6 months period, it will be returned to the lessor and start. That means എന്താണ്, പർച്ചേസ് ഓപ്ഷൻ ഇല്ല, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നില്ല, this will be returned to the lesser only. Therefore എന്താണ് ഇവിടെ എന്താണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നില്ല. സോ എന്റെ യൂസ്ഫുൾ ലൈഫ് എന്താണ്, ഇറ്റ് ഈസ് ദി ലോവർ ഓഫ്, it will be the lower of two values. ഏതൊക്കെയാണ്, actual useful life and second one lease term. Actual useful life and my lease term. ഇവിടെ എന്റെ ആക്ച്വൽ യൂസ്ഫുൾ ലൈഫ് ക്വസ്റ്റ്യന്റെ സിനേരിയോ വെച്ച് എത്രയാണ്, ഇറ്റ് ഈസ് ഓൺലി 5 years. എന്തുകൊണ്ടാണ്, നമ്മളിവിടെ നോക്കിയാൽ എന്താണ് ഈ ഒരു എൻറ്റിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇക്കണോമിക് ബെനിഫിറ്റ് ഡിറൈവ് ചെയ്യുന്നത് ഫസ്റ്റ് 5 years മാത്രമേ ഉള്ളൂ. ആ പീരിയഡ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം യൂസ്ഫുൾ ലൈഫ്. Therefore it is only 5 years, because depreciation കേസിൽ നിങ്ങൾ നോക്കി അറിയാം, India 16 specifically states that depreciation provided should reflect the pattern in which future economic benefit is being derived to the entity. അപ്പൊ എന്താണ് ഇവിടെ പാറ്റേൺ ഇൻ വിച്ച് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് ഡിറൈവ് ചെയ്യുന്ന സിറ്റുവേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ 5 yearsലേക്ക് ഇക്കണോമിക് ബെനിഫിറ്റ് വരുള്ളൂ. ആ പീരിയഡിലേക്ക് വേണം എന്ത് ചെയ്യാനായിട്ട്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ വേണ്ടി. Therefore useful life is to be restricted at 5 years. എന്റെ ലീസ് ടേം എത്രയാണ്, 6 years ആണ്. അപ്പം lower of these two, that is 5 years. This is your എന്താണ് useful life. അപ്പൊ എന്താണ്, we will assume that SLM method, okay, we will assume that SLM method is followed. അപ്പൊ SLM method ആണെങ്കിൽ what will be my depreciation per annum is equal to what is my cost, 84,006 cost or any amount substituted cost minus residual value. ഇവിടെ എന്താണ്, നമുക്കല്ല ലെസറിന്റെ കയ്യിലേക്ക് അസറ്റ് ട്രാൻസ്ഫർ ആവുകൊണ്ട് നമുക്ക് റെസിഡ്യൂൽ വാല്യൂ ഒന്നും കാണില്ല. സോ 0 is the residual value and 5 years is my useful life. Therefore what is my depreciation per annum, 84,005 divided by 5, that is equal to 16,801. Okay, 16,801. So carrying amount of ROU asset as on 31/12/20x3 എത്രയായിരിക്കും, that will be 84,006 ആയിരുന്നു എന്റെ ക്യാരി എന്താ കോസ്റ്റ്. അതിൽ നിന്ന് 16,801 ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ. So what will be the balance amount? Balance amount will be rupees 67,205. Rupees 67,205. So ഇതാണ് എന്റെ ഡിപ്രീസിയേഷൻ ഓൺ ROU അസറ്റും അതിന്റെ സബ്സിക്വന്റ്ലി എന്താണ് ക്യാരിങ് എമൗണ്ട് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഞാൻ എന്താണ് നോക്കേണ്ടത്, സബ്സിക്വന്റ് ട്രീറ്റ്മെന്റ് ഓഫ് ലീസ് ലയബിലിറ്റി. ഓക്കെ, ലീസ് ലയബിലിറ്റിയുടെ ഞാൻ നോക്കുവാണെങ്കിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക, എന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12%. ലീസ് ലയബിലിറ്റി യൂഷ്വലി നമ്മൾ റീപേയ്മെന്റ് ഷെഡ്യൂള് പ്രിപ്പയർ ചെയ്യും. ഇവിടെ എന്താണ്, ലീസ് ലയബിലിറ്റിയുടെ കേസ് നോക്കുവാണെങ്കിൽ നമുക്ക് എത്രയാണ്, 65,586 ആണ് ലീസ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, 65,586 ആണ് ലീസ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തത്. ഇതിൽ ഫസ്റ്റ് ഇയറിലേക്കുള്ള ലീസ് പേയ്മെന്റ് ബിഗിനിങ്ങിൽ തന്നെ നടത്തി, അത് ഈ ലീസ് പേയ്മെന്റ്സിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, അപ്പൊ എന്താണ് ലെസ് പേയ്മെന്റ്സ് മെയ്ഡ്, എന്താണ് ലെസ് പേയ്മെന്റ്സ് മെയ്ഡ് എന്താണ് സെപ്പറേറ്റ്ലി കൺസിഡേർഡ് സെപ്പറേറ്റ്ലി ആണ്. ഇവിടെ എന്താണ്, അതൊന്നുമില്ല. ഇനി എന്താണ്, അപ്പം നമ്മുടെ ബിഗിനിങ് തൊട്ട് 65,586 ആണ് ക്യാരിങ് എമൗണ്ട് ഉണ്ടായിരുന്നത്. ആഡ് ഇൻട്രസ്റ്റ് എത്രയാണ്, ഇൻട്രസ്റ്റ് at 12.5% ഞാൻ പ്രൊവൈഡ് ചെയ്യണം. സോ വാട്ട് വിൽ ബി മൈ ഇൻട്രസ്റ്റ് at 12.5%, 65,586 into 12.5%, that is equal to 8198. 8198 is my interest.
So my closing balance at the end of first year 2013 year will be എത്രയാണ്? Closing balance will be equal to 73,785. Okay? 73,785 ആണ് എൻ്റെ closing balance. ഇനി നെക്സ്റ്റ് ഇയറിൽ എന്ത് സംഭവിക്കും? This will be my opening balance 73,785 for ഇതിൽ നിന്ന് ഞാൻ എത്ര ലീസ് പേയ്മെന്റ് നടത്തും? 18,420 ലീസ് പേയ്മെന്റ്സ് നടത്തും. സോ എന്താണ് ബാക്കി ഉണ്ടാവുക? ബാലൻസ് എമൗണ്ട് will only be 55,364. ഇതിൽ ഞാൻ എന്താണ് ഇൻട്രസ്റ്റ് 12.5 പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ 6 ഇയേഴ്സിലേക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? At the end of 6th year, this lease liability will get 0. Okay? So ഇതാണ് നമ്മുടെ ലീസ് ലയബിലിറ്റിയുടെ കാര്യത്തിൽ സംഭവിക്കുക. So this is your working note number 3. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളോട് എക്സ്ട്രാക്ട് ഓഫ് ബാലൻസ് ഷീറ്റ് ആണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ഇപ്പം കണ്ടുപിടിച്ചേക്കുന്നത്? This is your carrying amount of liability, lease liability on 31/12/20x3. Okay? പക്ഷേ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ എക്സ്ട്രാക്ട് ചോദിക്കുമ്പോൾ എന്താണ്? നമ്മൾ നോക്കിയാൽ അറിയാം, ഈ ഫിഗർ ഒറ്റയടിക്കല്ല ഫിനാൻഷ്യൽസിൽ കാണിക്കുക. നമ്മൾ എന്ത് കണ്ടുപിടിക്കും? വാട്ട് ഇസ് ദി ഇൻട്രസ്റ്റ് അക്രൂഡ് ബട്ട് നോട്ട് ഡ്യൂ. ഇത് ഞാൻ എന്ത് കാണിക്കും? ഇതെന്റെ കറന്റ് ലയബിലിറ്റീസിൽ സെപ്പറേറ്റ്ലി കാണിക്കണമെന്ന് ഷെഡ്യൂൾ 3 പറയുന്നുണ്ട്. ഇൻഡേഴ്സ് 1 പറയുന്നുണ്ട്. This is a current amount which is expected to be realized which is expected to be paid within 12 months. അപ്പൊ എന്താണ്? ഇത് സെപ്പറേറ്റ്ലി കാണിക്കണം. ഇനി എന്താണ്? കറന്റ് മെച്യൂരിറ്റീസ് ഞാൻ എന്ത് ചെയ്യും? കറന്റ് ലയബിലിറ്റീസ് സെപ്പറേറ്റ്ലി കാണിക്കുന്നതാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ ടു ബി segregated. Then നോൺ കറന്റ് മെച്യൂരിറ്റീസ് മാത്രമാണ് ഞാൻ നോൺ കറന്റ് ലയബിലിറ്റി ഫിനാൻഷ്യൽ ലയബിലിറ്റിക്കകത്ത് ഞാൻ ഇത് കാണിക്കുള്ളൂ. സോ നോൺ കറന്റ് മെച്യൂരിറ്റീസ് ഓർ ലോങ് ടേം മെച്യൂരിറ്റീസ്, ഈ 3 ഫിഗർ ഞാൻ ഇതിന്റെ കേസിൽ കണ്ടുപിടിക്കണം. സോ ഇൻട്രസ്റ്റ് അക്രൂഡ് ബട്ട് നോട്ട് ഡ്യൂ എത്രയാണ്? ഇവിടെ നോക്കിയാൽ 8198 ആണ് നമ്മുടെ എന്ത്? ഇൻട്രസ്റ്റ് അക്രൂഡ് ബട്ട് നോട്ട് ഡ്യൂ. സോ ദാറ്റ് ഈസ് യുവർ ഫിഗർ. ഇത്ര ഇൻട്രസ്റ്റ് അക്രൂ ചെയ്തു, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? ഡ്യൂ ആയിട്ടില്ല. നെക്സ്റ്റ് ഡേയിലാണ് ഡ്യൂ ആവുക. ഇതുവരെ ഡ്യൂ ആയിട്ടില്ല, നെക്സ്റ്റ് ഇയറിന്റെ ബിഗിനിങ്ങിലാണ് ഡ്യൂ ആവുക. സോ ഇതുവരെ ഇൻട്രസ്റ്റ് അക്രൂഡ് ബട്ട് നോട്ട് ഡ്യൂ ആണ് ആസ് ഓൺ ദാറ്റ് ഡേ. ഇനി കറന്റ് മെച്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ഇയറിൽ പേ ചെയ്യാൻ പോകുന്ന പ്രിൻസിപ്പൽ കോമ്പണന്റ്. സോ നെക്സ്റ്റ് ഇയറിൽ ടോട്ടൽ ഐ വിൽ പേ 18,420. അതിൽ നിന്ന് 8198 എന്തിലേക്കുള്ളതാണ്? ഇൻട്രസ്റ്റിലേക്കുള്ളതാണ്. സോ ബാലൻസ് കോമ്പണന്റ് എത്രയുണ്ട്? 18,420 മൈനസ് 8198, that is equal to 10,222. This is your current maturities. So ഇത്രയും നമ്മൾ എന്ത് കാണിക്കണം? കറന്റ് ലയബിലിറ്റീസിൽ കാണിക്കേണ്ടതാണ്. ഇനി നോൺ കറന്റ് മെച്യൂരിറ്റീസ് നോക്കിയാലോ? നോൺ കറന്റ് മെച്യൂരിറ്റീസ് വിൽ ബി 65 അല്ല 73,785 ആണ് ടോട്ടൽ ഉള്ളത്. അതിൽ നിന്ന് ഇത്രയും ഇൻട്രസ്റ്റ് കോമ്പണന്റ് പോയി, ഇത്രയും എന്ത് കറന്റ് മെച്യൂരിറ്റീസ് കോമ്പണന്റ് പോയി. ബാലൻസ് ആണ് എന്ത്? ബാലൻസ് ഫിഗർ ആണ് നമ്മുടെ നോൺ കറന്റ് മെച്യൂരിറ്റീസ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് rupees 55,364. ഓക്കെ, 55,364 ഇതാണ് നമ്മുടെ ഏത്? നോൺ കറന്റ് മെച്യൂരിറ്റി. സോ ഈ 3 ഫിഗറും നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവും. സോ എന്താണ്? ROU അസറ്റിന്റെ ഈ ഫിഗർ നമ്മുടെ ബാലൻസ് ഷീറ്റ് ഉണ്ടാവും. സോ ബാലൻസ് ഷീറ്റിന്റെ എക്സ്ട്രാക്ട് നമ്മൾ നോക്കിയാൽ അതിനകത്ത് എന്തൊക്കെ ഫിഗർ കാണും? അസറ്റ് സൈഡില് ROU അസറ്റിന്റെ ആയിട്ട് എത്ര രൂപ കാണും? ROU അസറ്റിന്റെ ക്യാരിങ് എമൗണ്ട് വിൽ ബി ദയർ ആസ് rupees 67,205. Then ലയബിലിറ്റി സൈഡ് നോക്കിയാൽ നോൺ കറന്റ് ലയബിലിറ്റീസിൽ ബോറോവിങ്സിനകത്ത് എത്ര കാണും? ബോറോവിങ്സിനകത്ത് 55,364 ഉണ്ടാവും. അതുപോലെ തന്നെ കറന്റ് ലയബിലിറ്റീസിനകത്ത് അതർ ഫിനാൻഷ്യൽ ലയബിലിറ്റി. സോ അതായിട്ട് ഏതൊക്കെ കാണും? നമ്മൾ നോക്കിയാൽ ഇൻട്രസ്റ്റ് അക്രൂഡ് ബട്ട് നോട്ട് ഡ്യൂ എത്രയാണ്? 8198 ഉണ്ടാവും. അതുപോലെ തന്നെ കറന്റ് മെച്യൂരിറ്റീസ്
കറണ്ട് മെച്യൂരിറ്റീസ് എത്രയുണ്ടാവും? 10,222 ഉണ്ടാവും. ഓക്കെ, ബാലൻസ് ഷീറ്റിന്റെ എക്സ്ട്രാക്ട്സ് ആയിട്ട് ഇത്രേ കാണുള്ളൂ. ഇനി പി ആൻഡ് എല്ലിന്റെ പ്രോഫിറ്റ് ഓർ ലോസ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് there will be depreciation expense എത്രയുണ്ടാവും? that will be 16,801, right? 16,801. then എന്റെ ഫിനാൻസ് കോസ്റ്റ് ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര വരും? 8198. സോ ഇത്രയും നമ്മുടെ പി ആൻഡ് എല്ലിൽ ഇമ്പാക്ട് ഉണ്ടാവും. സോ ദിസ് ഇസ് ദി എക്സ്ട്രാക്ട് ഓഫ് ബാലൻസ് ഷീറ്റ് ആൻഡ് പി ആൻഡ് എൽ which is to be discussed. Okay, ഇതാണ് നമ്മുടെ ഇത് സബ്സീക്വന്റ് റെക്കഗ്നിഷൻ മോഡലും ഇനീഷ്യൽ റെക്കഗ്നിഷൻ സബ്സീക്വന്റ് റെക്കഗ്നിഷനും ഉള്ള ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ നമുക്ക് എന്താണ് ലീസ് മോഡിഫിക്കേഷൻ, ലീസ് റീഅസസ്മെന്റ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് ചെയ്യാം. ആൻഡ് ആഫ്റ്റർവേർഡ്സ് വി വിൽ ഡു ദി sale and lease back. So lease reassessment, lease modification, that is an important aspect. So you have to be clear with those aspects. So എന്താണ് നമുക്ക് ഇത് വെച്ച് ഈ വീഡിയോ നമുക്ക് നിർത്താം. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ലീസ് റീഅസസ്മെന്റ്, ലീസ് മോഡിഫിക്കേഷൻ ഏരിയസ് ആയിരിക്കും. അതിന്റെ നെക്സ്റ്റ് വീഡിയോ വിൽ ബി ഹാവിംഗ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ട്രാൻസാക്ഷൻസ്. ഓക്കെ, താങ്ക് യു.